എൻ്റെ അഭിപ്രായം പറയുമ്പോൾ UDF അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ മാറ്റി മറിച്ച് എന്നോട് ചോദിച്ചാലും അല്ലല്ല ഈ ചെയർമാനും കൺവീനറും ഒന്നും രണ്ട് അഭിപ്രായമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളുടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പരമോന്നതമായ തെളിവാണ്. അല്ലേ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? അത് തന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ. UDF അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായമാണ് എന്ന് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ഒരു അവസരം ഇനിയിപ്പോൾ വീണ്ടും ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അന്നേരം നിങ്ങളോട് കാര്യങ്ങൾ പറയും. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ രൂക്ഷമായ വിമർശനങ്ങൾ അത് സ്ഥാനാർത്ഥി ആയി അയാൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം അയാൾക്ക് പറയാൻ പറ്റുന്നതല്ല. നോമിനേഷൻ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അയാൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതിന് ചില നിബന്ധനകൾ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അതൊരു പ്രത്യേകതയുണ്ട്. അല്ലാതെ ഒരാളിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാം. ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാം, അല്ലെ വേറൊരാളിനെക്കുറിച്ച് വ്യക്തിപരമായി ഇന്നൊക്കെ കാര്യങ്ങളാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി ആയതിനു ശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയുണ്ട്. അതേ പറഞ്ഞത്. ആ അവസരം ഇപ്പോൾ കാലേ കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു. ഇല്ല, അങ്ങനെ ഒരാളിനെ കുറിച്ച് വ്യക്തമായി അഭിപ്രായം പറയാൻ ഇനിയും സമയമുണ്ട്. ഞാൻ പറയും. അത് പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടെ അവസരം അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അയാൾ നോമിനേഷൻ കൊടുത്തില്ലല്ലോ. അല്ല, അത് അയാൾ പറഞ്ഞില്ലേ, അയാളുടെ വാക്കല്ലയോ. അയാളുടെ വാക്ക് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ആദ്യം പറയുന്നു ഞാൻ മത്സരിക്കത്തില്ല, പിന്നീട് പറയുന്നു ഞാൻ അടുത്ത് മത്സരിക്കാൻ പോകുന്നു, എനിക്ക് പണമില്ല എന്ന് പറയുന്നു. അപ്പോൾ പണം വേറെ ഏതൊക്കെയോ മേഖലയിൽ നിന്ന് വന്നു എന്ന് ഇതൊക്കെ ഞാൻ പറയുന്നതല്ല. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾ പരാമർശിക്കുന്ന ആള് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾ ഈ അൻവർ പറയാൻ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കും? ഏത് അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഒരു രണ്ട് അഭിപ്രായമല്ല, ഒറ്റ അഭിപ്രായമുള്ളൂ. UDF സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു അഭിപ്രായമേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഞാൻ പറയുന്നതല്ല ഒരേ അഭിപ്രായമാണ്. ഒരു സംശയം അല്ല, വ്യത്യസ്തമാണ്. നിങ്ങളത് വ്യത്യസ്തമാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയും സ്ഥാനാർത്ഥിത്വം വരട്ടെ. സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ ഈ അൻവർ എന്ന് പറയാൻ വേറെ ആരും ഇല്ലയോ? വേറെ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ സ്വരാജിനെ കുറിച്ച് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിക്കുന്നില്ല? അപ്പൊ എന്തായാലും ഒരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അന്നേരവും നിങ്ങളെ കാണും.
UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. പലതരത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു കാര്യമാണ്, മറുഭാഗത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞത് PV അൻവറാണ്. PV അൻവറിന്റെ വാക്കിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? നാളെ കൂടി ദിവസമുണ്ടല്ലോ, ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ലല്ലോ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് എന്താണ് ഉറപ്പ്? കാരണം ഇന്നലെ വരെ പണമില്ല എന്ന് പറഞ്ഞ അൻവറാണ് ഇന്ന് മത്സരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ PV അൻവറിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് UDF കൺവീനർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയെങ്കിലും അൻവറിനെ മാറ്റി നിർത്താൻ എന്ന് വേണം ഊഹിക്കാൻ.